ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് പലരും ചോദിക്കാറുണ്ട് അവർക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാവോ, പഠിപ്പിച്ചു കൊടുക്കാവോ എന്നൊക്കെ. പക്ഷേ നമ്മൾ ദുബായിലാണ് താമസം, നമുക്ക് സമയത്തിൻ്റെ പരിമിതിയും സ്ഥലത്തിൻ്റെ പരിമിതിയും കൊണ്ട് അതിന് പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനൽ വഴി സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോസ് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വിബാണ്, വിബിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും. വിബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അതായത് കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ അവരുടെ ഡ്രസ്സ് അവരുടെ ദേഹത്ത് വേസ്റ്റ് വീണ് ചീത്തയാകാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു പീസ് ഓഫ് ക്ലോത്തിങ് ഒരു ഐറ്റം ആണ്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 20 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ്. ഈ തുണി നമ്മൾ ഈ നീളത്തെ ആദ്യം വീതിയിലോട്ട് മടക്കുക, ശേഷം തിരിച്ച് മടക്കുക, ശേഷം 4 ഇഞ്ച് ഷോൾഡർ എടുക്കുക, ഇവിടെ 4 ഇഞ്ച് എടുക്കുക, ഇത് നമ്മൾ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുക. കഴുത്തിൻ്റെ അകലം നെക്ക് വിഡ്ത്ത് 1.5 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 2.25 ഇഞ്ചും എടുത്തിട്ട് ഒരു സ്ക്വയറാക്കി വരയ്ക്കുക. അതിനുശേഷം അതിനൊരു റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക. നമ്മൾ പിന്നെ കൈക്കുഴിയാണ് എടുക്കുന്നത്. കൈക്കുഴി ഇവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ശേഷം ഈ നെക്കും കൈക്കുഴിയും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. പിന്നെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഈ നെക്ക് കഴിഞ്ഞ് അകലം വെച്ചുകൊണ്ട് ഈ ഒരു വേറെ ഷേപ്പിലോ ഒക്കെ നെക്കിൻ്റെ അവിടെ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം താഴെ 1 ഇഞ്ച് മുകളിലോട്ട് 1 ഇഞ്ച് സൈഡിലോട്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നൊരു കർവ് ഷേപ്പ് വരയ്ക്കുക. ഇത്രയുള്ള വിപ്പിൻ്റെ മാർക്കിങ്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഫൈനൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ 2 പീസ് തുണിയെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുള്ളൂ. കുറഞ്ഞ തുണിയെ 3-4 പീസ് കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല കട്ടിയുള്ള തുണിയാണ് 1 പീസാണെങ്കിലും മതി. അതായത് നമുക്ക് ഇതിന് സൈഡ് വഴി പൈപ്പിന് എടുക്കാൻ വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് ഈ തുണിക്ക് ഓപ്പോസിറ്റായിട്ട് എടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കളർ തുണി എടുക്കുന്നതായിരിക്കും കാണാൻ ഭംഗി. അതിനായിട്ട് 1.5 ഇഞ്ച് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തി 1-2 പീസ് അതിനാവശ്യത്തിനുള്ള ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് എത്ര പീസാണോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അത് സൈഡ് വഴി എല്ലാ പീസും ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്താണ് ഫസ്റ്റ് പൈപ്പിംഗ് പിടിപ്പിക്കേണ്ടത്. അതിനാവശ്യത്തിന് കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാതെ എന്നിട്ട് നമ്മൾ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തോട്ട് ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഫുള്ളും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ചെയ്യാവുള്ളതെന്ന് മാത്രം. ഈ ഒരു സൈഡിൽ നിന്ന് പൈപ്പിംഗ് ഇതുപോലെ ചെറുതായിട്ട് സൈഡിലോട്ട് വെച്ചടിച്ചു കൊടുക്കാം. കഴുത്ത് ചെയ്തതിന് ശേഷം ഒരു 6 ഇഞ്ച് നീളം നമ്മൾ മുന്നോട്ട് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന്, അതായത് അത് നമുക്ക് കഴുത്ത് ബാക്കിലോട്ട് കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടി 6 ഇഞ്ചോ 7 ഇഞ്ചോ നിങ്ങൾക്ക് ബാക്കിലോട്ട് എത്ര നീളം വേണോ അതനുസരിച്ച് ആദ്യം ചെയ്ത് ഏത് സൈഡിൽ നിന്നാണോ ആ സൈഡിൽ നിന്ന് ഇത് ചുറ്റും അടിച്ചു പിടിപ്പിക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കുട്ടികളുടെ കഴുത്തിൽ നമ്മൾ കെട്ടിക്കൊടുക്കുക.